ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പെറ്റാലിംഗ് സ്ട്രീറ്റ് അഥവാ ചൈന ടൗൺ. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പെറ്റാലിംഗ് സ്ട്രീറ്റിലെ കടകളും കാഴ്ചകളൊക്കെ ആയിരിക്കും. കുആലാലംപൂർ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് തൊട്ടടുത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലെ വൺ ഓഫ് ദ മെയിൻ ലൊക്കേഷൻ തന്നെയാണ് പെറ്റാലിംഗ് സ്ട്രീറ്റ്. ഞങ്ങൾക്ക് തന്നെ ഇപ്പം KL സെൻട്രലിൽ നിന്നും LRT ട്രെയിൻ എടുത്തിട്ട് ഈ ഒരു ലൊക്കേഷനിലോട്ട് എത്താൻ 10 മിനിറ്റ് പോലും വേണ്ടി. LRT പിടിച്ച് നമ്മൾ നേരെ വന്നിറങ്ങുന്ന സ്ഥലത്തിൻ്റെ പേരാണ് പസാസിനി. KL സെൻട്രലിൽ നിന്നും ആദ്യത്തെ സ്റ്റോപ്പ്. ഇവിടെ നിന്ന് വെറും 200 മീറ്റർ മാത്രമാണ് പെറ്റാലിംഗ് സ്ട്രീറ്റിലോട്ടുള്ള ദൂരം കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കവാടം കാണണ്ടല്ലേ എന്ന് ഓർത്തിട്ട് നമ്മൾ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തപ്പി നോക്കിയ യൂട്യൂബ് വീഡിയോസിലൊക്കെ പെറ്റാലിംഗ് സ്ട്രീറ്റ് എന്ന് എഴുതിയിട്ടുള്ള ഒരു കവാടമൊക്കെ ആയിരുന്നു ആദ്യം കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. നമ്മൾ നിൽക്കുന്നത് ഏകദേശം അതിൻ്റെ മുമ്പിൽ തന്നെയാണ്. അവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഏരിയ മുഴുവനായിട്ടൊരു ബാരിക്കേഡ് പോലെ എന്തൊക്കെയോ വെച്ച് മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഈ വരുന്നതാണ് KL സിറ്റി ടൂറിന് വേണ്ടിയിട്ടുള്ള ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് സർവീസ്. നമുക്ക് ഒരു ദിവസം കൊണ്ട് കുആലാലംപൂർ ഒന്ന് ചുറ്റിക്കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 30 റിംഗേറ്റ് മാത്രം കൊടുത്തിട്ട് ഇതിലൊരു ടിക്കറ്റ് എടുത്താൽ മാത്രം മതി. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫിൻ്റെ മെയിൻ ഹബ്ബ് ബുക്കിറ്റ് ബിൻതാങ്ങിലാണ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ് KLനകത്തുള്ള എല്ലാ മെയിൻ സ്പോട്ടുകളും കവർ ചെയ്തിട്ട് തിരിച്ച് ബുക്കിറ്റ് ബിൻതാങ്ങിലോട്ട് തന്നെ എത്തും. ചേട്ടാ, നമ്മൾ അന്വേഷിച്ച് വന്ന മെയിൻ കണ്ടന്റ് തന്നെ ഇല്ലാതായാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഊടുവഴിയിലൂടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. ആ ഒരു ഊടുവഴി നേരെ പോയത് പെറ്റാലിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിലോട്ടായിരുന്നു. ഇതിൻ്റെ മെയിൻ എൻട്രൻസിലൂടെ ആയിരുന്നു ഉള്ളിലോട്ട് പോയിരുന്നുവെങ്കിൽ ഈ ഒരു സ്ഥലം കാണാൻ ഇതിലും കൂടുതൽ ഭംഗി ഉണ്ടാകുമായിരുന്നു. ആ ഒരു സ്ട്രീറ്റ് എക്സ്പീരിയൻസ് മിസ്സായല്ലോ എന്ന് ആലോചിച്ച് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സ്ട്രീറ്റിൻ്റെ ചെറിയൊരു പോർഷനിൽ മാത്രമാണ്. ആ ഒരു പോർഷനാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്കൊരു പ്രോപ്പർ പെറ്റാലിംഗ് സ്ട്രീറ്റിൻ്റെ കച്ചവടങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. அல்லூர் சீரோட நீட்டாக போகுது. അങ്ങനെ പെറ്റാലിംഗ് സ്ട്രീറ്റിലൂടെ നടന്ന് നമ്മൾ പുറത്തോട്ട് വന്നതിന് ശേഷം എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയപ്പോൾ നമ്മളൊരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തെത്തി. മലേഷ്യയിൽ പൊതുവേ വളരെ റെയർ ആയിട്ടാണ് ആളുകൾ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ഹോൺ അടിക്കാറുള്ളത്. പക്ഷേ ഈ ഒരു ഏരിയയിലോട്ട് വന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. കോട്ടറായ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ബംഗ്ലാദേശ്, നേപ്പാൾ, ഇന്തോനേഷ്യ എന്നീ സ്ഥലങ്ങളിലെ ആളുകളായിരിക്കും. ഇവിടത്തുകാരായിരിക്കും ഈ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കച്ചവടത്തിനും ഷോപ്പിങ്ങിനും വരുന്നത്. സൗത്ത് ഏഷ്യൻ ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി ഹബ് എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് വിളിക്കാം. ഇലക്ട്രോണിക് റിപ്പയർ ഷോപ്സ്, ഫോൺ ആക്സസറീസ്, ടൈലറിംഗ്, ഗ്രോസറി ഐറ്റംസ്, ഇതുപോലെയുള്ള ഓൾഡ് സ്കൂൾ ഷോപ്പിങ്ങും സർവീസസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബോംബെ വന്ന മാതിരി.
head east on Jalan Tunti. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ KL സെൻട്രലിൽ നിന്ന് LRTയിൽ ഇങ്ങോട്ട് എത്താനായിട്ട് വെറും 5 മിനിറ്റ് മാത്രമേ നമുക്ക് വേണ്ടി വന്നുള്ളൂ. ഇവിടെ വന്നിറങ്ങിയിട്ട് പെറ്റാലിംഗ് സ്ട്രീറ്റും കോട്ടറായും ക്രോസ് ചെയ്തപ്പോഴേക്കും നമ്മൾ ഏകദേശം മജീദ് ഇന്ത്യയുടെ ഭാഗത്തായിട്ട് എത്തി. കുറേ ദൂരം നടന്നുകൊണ്ട് ഇനി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത് നമ്മൾ നേരെ ബാങ്ക് നഗരയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നമുക്ക് റൂമിലോട്ടുള്ള ട്രെയിൻ കിട്ടും. ഇന്നത്തെ ഒരു നടത്തത്തിൽ നമ്മൾ KLൻ്റെ ഒരു കാൽഭാഗം തന്നെ കവർ ചെയ്തിട്ടുണ്ടാവും. അവസാനമായിട്ട് നമുക്ക് മോളിലും കൂടെ കയറിയിട്ട് പരിപാടി അവസാനിപ്പിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.